ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു അല്ലേ? ഹാപ്പി ഈദ് മുബാറക്. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ ഡയറി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽ ബെല്ലൈക്കൻ കൂടി ഇനാബിൾ ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ് ഓൺലൈൻ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ? ഇത് സെർച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പല ആളുകൾക്കും എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടുക എന്ന് പറയുന്നത് റെയർ ആയിരിക്കും. അപ്പം നമുക്ക് നല്ല ആപ്ലിക്കേഷൻസ്, ഫേക്കായിട്ട് ഉള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ പെയ്ഡ് ആപ്ലിക്കേഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. പെയ്ഡ് ആപ്ലിക്കേഷൻസ് നമ്മൾ റിവ്യൂസ് ഒക്കെ നോക്കാതെ ചാടിക്കയറി പേയ്മെൻറ്റ് അടച്ചിട്ട് നമ്മൾ എന്താ പറയുക, അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പല രീതിയിലുള്ള നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഉള്ള ഫീച്ചേഴ്സൊന്നും ആ ഒരു ആപ്ലിക്കേഷനിൽ കണ്ടു എന്ന് വരില്ല. അപ്പം അതുകൊണ്ട് തന്നെ പല ആപ്ലിക്കേഷൻസും ഇന്ന് ഫേക്കായിട്ട് ഇറങ്ങുന്നുണ്ട്, റിയലായിട്ടും ഇറങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് വിശ്വസിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ പ്രൈവസിക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് ഈവൻ ഒരു ഫേസ്ബുക്ക് ആണെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകാറുണ്ടല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെയുള്ള അൺനോൺ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ, നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ടും നിങ്ങൾ റിവ്യൂസ് ഒക്കെ റീഡ് ചെയ്ത് നോക്കുക. കാരണം മറ്റുള്ള ആളുകൾ ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസ് ഒക്കെ ഇടും. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താനാണ് വന്നത്. കൂടുതലും ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എന്താ പറയുക, വെറുതെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ടൈം കളയാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് ചാമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഒരു പക്ഷേ ഫേസ്ബുക്കൊക്കെ പോലെ തന്നെ ഇന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട്, കാരണം 10 മില്യൺ പ്ലസ് ആളുകളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എത്തി. എന്നിരുന്നാലും അറിയാൻ വയ്യാത്ത ആളുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് കേട്ടോ ഇത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പേയ്മെൻറ്റ് ഒന്നും നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആപ്ലിക്കേഷനകത്തോട് നമുക്ക് എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് കോൾസ്, ചാറ്റ്, അതേപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് സ്റ്റിക്കേഴ്സ്, ഫോട്ടോസ്, വീഡിയോസ് ഇതെല്ലാം സെൻഡ് ചെയ്ത് കൊടുക്കാനും അത് റിസീവ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈവൻ നമ്മുടെ ആധാർ കാർഡ്, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും, പിന്നെ നമ്മുടെ ഫോൺ നമ്പർ മാത്രം ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.